നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലപ്പുറത്തും തൃശൂരും കണ്ണൂരും കാസർഗോഡും പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ദേശീയപാത പലയിടത്തും ഇടിഞ്ഞും വിള്ളൽ വീണും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നത് ഒറ്റ മഴയിലെ കാഴ്ച. ടാറിട്ട് ഓട്ടയടച്ചും മണ്ണുവാരിപ്പൊത്തിയും കണ്ണുകെട്ടി കളിക്കുന്ന ദേശീയപാത അതോറിറ്റിയും ഭൂമി കൊടുക്കുകയല്ലാതെ ഞങ്ങൾ ഒന്നിനും ഇല്ലെന്ന് കൈകഴുകുന്ന സംസ്ഥാന സർക്കാരും. അപ്പോൾ ഒരു ചോദ്യം: കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം കാരോട് വരെ ഒരു കല്ലെടുത്തു വെക്കുന്ന പണി തുടങ്ങുമ്പോൾ മുതൽ ഒരു റീച്ച് തീരുന്നതുവരെ ഇതെന്റെ നേട്ടം എന്ന് പറഞ്ഞ് റോഡിന് നടുവിൽ നിന്ന് ഫോട്ടോയെടുത്തും റീൽസ് ഇട്ടും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വരെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? റോഡ് നിർമ്മാണം ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. എന്നിട്ടും ക്രെഡിറ്റ് അടിച്ച സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് മന്ത്രിയും ദേശീയപാത തകർന്നപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഓടുന്നുണ്ട് മുഹമ്മദ് റിയാസിന്റെ പഴയ റീൽസുകൾ, ഒടുവിൽ മലപ്പുറത്തിൻ്റെത് വരെ. ഇതുകൂടാതെ നാട് നീളം മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഫോട്ടോകൾ മാത്രമുള്ള കൂറ്റൻ ഫ്ലെക്സുകൾ. എല്ലാം പിണറായി സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നേട്ടമെന്ന തരത്തിൽ. NH 66 ഇടിയുന്നത് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു: ഫ്ലെക്സ് വെച്ചവർ മുങ്ങിയോ? പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഡോക്ടർ B ജയരാജ്, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും പൊതുമരാമത്ത് മന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദേശീയപാത 66 നിർമ്മാണം അത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ വികസന നേട്ടവും മുൻ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ കോട്ടവും അവർ ഉപേക്ഷിച്ചു പോയ ഒരു പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു എന്ന മട്ടിലുള്ള വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിക്കലായിരുന്നു. ഇപ്പോൾ പക്ഷേ NH 66 പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു പോകുന്ന ഒരു സമയത്ത് അതിൻ്റെ ക്രെഡിറ്റും ഏറ്റെടുക്കേണ്ടതല്ലേ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ ഈ പറയുന്നവർ? മഞ്ജുഷ്, നിശ്ചയമായും. കാരണം ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഈ നാട്ടുകാർക്ക് ഉണ്ടാകുമ്പോൾ ഇതിന് ഉത്തരവാദികളായിട്ട് നിരവധി ആൾക്കാരുണ്ട്. കാരണം ഈ പദ്ധതി ഒരു കേന്ദ്ര പദ്ധതി കൂടിയാണ്. സംസ്ഥാനത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് മുതലുള്ള ഒരു 25% കോൺട്രിബ്യൂഷൻ സംസ്ഥാനത്തിൻ്റെതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, വിവിധ കോൺട്രാക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധ്യമല്ല. വെള്ളക്കെട്ടുണ്ടാകാൻ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പല വാർണിംഗ് ബെൽസ് പല സമയങ്ങളിലായി ഉണ്ടായിരുന്നതുമാണ്. പക്ഷെ അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ ഒരു അന്വേഷണവും ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എങ്കിലും അവർക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ പണമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ അത് നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് ആൾക്കാരെ കൂടി നമ്മൾ അക്കൗണ്ടബിൾ ആക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് ദേശീയപാതയായിട്ട് പോലും കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിമർശനം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ഒരു ചടങ്ങിൽ ശ്രീ റിയാസ് പറഞ്ഞത്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എല്ലാ 2 ആഴ്ചയും ഇതിൻ്റെ വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ട് നിരവധി അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് എന്ന് പറയുന്നു. ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് കേരള സർക്കാരിൻ്റെ പൊതുമരാമത്തിൻ്റെ പ്രതിനിധികൾ ഒരു ടീമായി എല്ലാ ആഴ്ചകളിലും എല്ലാ ജില്ലയിലും പോയി ഈ പണി നടക്കുന്ന സൈറ്റുകളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തുടർച്ചയായി നിരവധി തവണ യാത്ര ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണ് മന്ത്രി ശ്രീ റിയാസ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ പറയുന്നത്, ജനപ്രതിനിധികൾ പറയുന്നത് ഇതെല്ലാം തന്നെ കേട്ടതിന് ശേഷം അതിനെല്ലാം തന്നെ അവലോകനം നടത്തുന്നുണ്ട്, കൃത്യമായി റിവ്യൂ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാത്ത ദിവസങ്ങളില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗമില്ലാത്ത ദിവസങ്ങളില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ സ്ട്രെച്ചിൽ നിന്ന് മറ്റൊരു സ്ട്രെച്ചിലേക്ക് പോയി പരിശോധന നടത്തുന്നത് പോലും ഒരു ജാഥയുടെ സ്വഭാവത്തിലാണ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിലുണ്ടാകേണ്ടിയിരുന്ന നിർബന്ധമായിട്ടുണ്ടാകേണ്ടിയിരുന്ന കുറേ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ലാപ്സിന് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഉത്തരവാദികളല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ക്വാളിറ്റി കൺട്രോൾ തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട്
സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വരെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഈ ഒരു പ്രത്യേക സംഘം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം ഇതിൻ്റെ പരിശോധനകളൊക്കെ നടത്തിയത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തിയത്, എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്കാണ് ആൾക്കാരിൽ നിന്ന് സ്വീകരിച്ചത്, ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പരിശോധനകൾ നടത്തി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ പൊതു സമക്ഷം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണോ? ഇങ്ങനെ കൃത്യമായ മീറ്റിങ്ങുകൾ നടക്കുന്നു, ആ മീറ്റിങ്ങുകളിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടോ, അത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, NHIA അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർമാരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുമണ്ഡലത്തിൽ ആകെയുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കുറേയേറെ റീൽസുകളും അതുപോലെ തന്നെ CPM-ന്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും കുറേയേറെ കാർഡുകളും ഒക്കെയാണ്. അതിലൊക്കെ ഈ വികസന നേട്ടം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടം എന്ന രീതിയിൽ അവിടെ 25% ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ വന്ന ചെലവിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിച്ചു എന്നുള്ളതാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടം എന്ന രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ബാക്കി മുഴുവൻ ചെലവ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടാണിത്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ 75% പിന്നെ നിർമ്മാണത്തിൻ്റെ 100% കേന്ദ്ര പദ്ധതി എന്ന രീതിയിലാണ് നാഷണൽ ഹൈവേ വരുന്നത്. അവിടെയാണ് 25% കാര്യം പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കുവാനുള്ളൊരു വ്യഗ്രതയായിരുന്നു കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ റീൽസ് എപ്പോഴൊക്കെയാണ് ഓരോ റീച്ചിൻ്റെ പണി തുടങ്ങുന്ന സമയത്തും റീച്ചുകൾ തീരുന്ന സമയത്തും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു കല്ലിടൽ പോലും ഉണ്ടാകുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ റീൽസ് ഇട്ട് കളിക്കുകയായിരുന്നു. അതുപോലെ ഫോട്ടോ എടുത്ത് വലിയ പ്രചാരണം കൊടുക്കുന്നു, ഫ്ലെക്സുകൾ വെക്കുന്നു. ഇതൊക്കെയാണ് അതുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശന വിധേയനാകുന്നത് ഇവിടെ. അതല്ലാതെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ പാളിച്ച വന്നു എന്നുള്ളതല്ല. ഇത് കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതലയും മുഴുവൻ ചുമതലയും ഉള്ളത്. അവിടെ ഈ പ്രാദേശികമായുള്ള കോർഡിനേഷനും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലും ലോ ആൻഡ് ഓർഡറും ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നത്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, പക്ഷേ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് വിമർശന വിധേയനായി വരുന്നത് എന്ന കാര്യം ബോധ്യമായിട്ടുണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര തൊട്ട് പനവേൽ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഡിഫറെന്റ് റീച്ചസ് ആയിട്ടാണല്ലോ, ഡിഫറെന്റ് പാർട്സ് ആയിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും ഇതിനകത്ത് ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗം മാത്രമാണ് കേരള സർക്കാരിന് ചെയ്യാനുണ്ടായിരുന്നത്. അത് മാർക്കറ്റ് വില അനുസരിച്ച് 6000 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ട് ഇത് സുതാര്യമാക്കി കൊടുത്തത്. ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തത്. അങ്ങനെയുള്ള രീതിയിൽ ക്ലെയിം എടുക്കുന്നത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിന്റെ മണ്ണിലാണ് നടക്കുന്നത്, ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് കേരളമാണ്, കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് ശരി തന്നെയാണ്. NHIA എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒന്നുമല്ല. ഞാൻ പഠിച്ചിരുന്ന കാര്യവട്ടം ക്യാമ്പസിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. അവിടെ നടക്കുന്ന ഗവേഷണങ്ങളൊക്കെ നേരിട്ട് കണ്ട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. എത്ര സാങ്കേതിക വിദ്യയിൽ എത്ര അങ്ങേയറ്റം ഉന്നതിയിലാണ് അവർ പരിശ്രമിക്കുന്നതെന്നും അതിനകത്തൊന്നും ആർക്കും ഒരു ആരോപണത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ തികച്ചും ഇത്തരത്തിലുള്ള പദ്ധതികൾ, വമ്പൻ പദ്ധതികൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും നരേന്ദ്രമോദി വന്നിട്ട് ഒരു വിമാനത്താവളത്തിന്റെ ഒരു ടെർമിനൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്ന ആ ടെർമിനലിനകത്ത് ഇടിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ ഒരു സബ്വേയിൽ വെള്ളം കയറുകയും അങ്ങനെ ഒരുപാട് ദേശീയ തലത്തിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളോട് നേരിടുമ്പോൾ പ്രത്യേകിച്ച് കൂമ്പാര മഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്വാഭാവികമാണ്. അതിനകത്ത് വേണ്ടുന്ന ക്ലാരിഫിക്കേഷൻ വലിയ മഴയുടെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് ഇതുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഈ പണി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധൃതിയൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. 2025 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് പലതവണ മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ നിതിൻ ഗഡ്കരി പറഞ്ഞത്. എന്താണ് ഇത്, ഈ 26-ന് മുമ്പ് ഇത് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അത് ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ടതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മൂവ്മെന്റ് എല്ലാ കാര്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നും ആർക്കും യാതൊരു സംശയമില്ല. പിന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വെള്ളത്തിന്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അല്ലെ വയലിന്റെ മേളിലൂടെ റോഡ് വരുമ്പോൾ ഒലിച്ചു പോകുന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടോ, അവരത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ, അതോ ഇനി നോർത്ത് ഇന്ത്യയിലും
മറ്റ് പല ഭാഗങ്ങളിലും വെള്ളം ഇത്ര പ്രശ്നങ്ങളില്ലാത്ത, ഇപ്പൊ കേരളം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം മഴക്കെടുതിയുടെ കാര്യം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉന്നത സംഘം പണ്ട് തൊട്ട് ഹെലികോപ്റ്റർ വന്നിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുമ്പ് വരുമ്പോഴും ഇതുപോലെ വെള്ളക്കെട്ടുകളുണ്ട്, 56ഓളം നദികളുണ്ട്, കുളങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം ഇത് കേരളമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഇതൊരു ഏതോ ഒരു വിദേശ രാജ്യമാണ്, അവിടുത്തെ റോഡുകളാണ് എന്ന് സംശയിച്ചു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഒരു സമയമുണ്ട്. ഇപ്പോൾ അതിൽ പലതും NHAയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നുണ്ട് സംസ്ഥാന സർക്കാർ. യാതൊരു സംശയം വേണ്ട മഞ്ജുഷിന്റെ ഓഫീസ്, ന്യൂസ് 18ന്റെ ഓഫീസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. അവിടെ നിന്ന് കോവളം വരെ ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മൾക്ക് ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര ഉന്നയിച്ച അതേ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും. പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു വിദേശ രാജ്യത്ത് എങ്ങനെയാണ് ഫ്ലൈ ഓവറുകൾ പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ റോഡിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ്. കഴക്കൂട്ടം തൊട്ട് ഞാനതിന് ഒബ്ജക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് അംഗീകരിക്കാൻ ഇതുവരെ മടിയായിരുന്നു സാർ. ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് അംഗീകരിക്കാൻ ഇതുവരെ മടിയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ മണ്ണിടിച്ചിലും ഈ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴാണ് ഇത് കേന്ദ്രത്തിൻ്റെതാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ് എന്നൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത്. അതിനു മുമ്പ് ജനങ്ങളോട് പറയുന്നത് എന്താണ്? സാധാരണക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യും. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ കാണാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചതാണൊക്കെ അല്ലെ, കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ എന്ത് ചെയ്തു? ആകപ്പാടെ ഒരു ദേശീയ പദ്ധതി പാതയല്ലാതെ അത് ഗഡ്കരിയുടെ പാതയല്ലേ എന്ന് ചോദിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. വേറൊരു സംസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ആളുകൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടതുകൊണ്ടാണ്, ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ്, ആ പവർഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടായതുകൊണ്ടാണ് വേറെ സംസ്ഥാനവും ചെയ്യാത്ത രീതിയിലല്ല കേരളത്തിൽ മുടങ്ങിക്കിടുന്നത്. അത് സംസ്ഥാന സർക്കാർ, ഈ സർക്കാർ വന്നപ്പോൾ വേഗം കൂട്ടി അതിന് 25% ലാൻഡ് വാല്യൂ അത് സംസ്ഥാന സർക്കാർ വിഷയത്തിലാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ അധികം വില കൊടുത്ത് സ്ഥലം അക്വയർ ചെയ്തേക്കുന്ന വേറെ സംസ്ഥാനമല്ല. നമ്മുടെ നാട്ടിൽ കൂടെ അല്ലേ ഇത് വരുന്നത്? നമ്മളല്ലേ അതിന് സ്ഥലം എടുത്തു കൊടുത്തത്? അപ്പൊ നമുക്ക് ക്രെഡിറ്റ് ഇല്ലേ? ഇത് പൂർണ്ണമായും ഭൂമിക്ക് വിലക്കുറവുള്ള സ്ഥലമല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ വില കൂടുതലാണ്, ഭൂമിക്ക് അങ്ങേറ്റം വിലയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റും പ്രത്യേകിച്ച് ഡെൻസ്ലി മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത്രയധികം തുക ചെലവാക്കി എടുത്തു കൊടുത്ത ഒരു സ്ഥലമില്ല. ഇതിന് ഉദാഹരണമായിട്ട് കാണിക്കാൻ വേറൊരു സ്ഥലമില്ല എന്ന് മാത്രം. ആ കാര്യം തന്നെയാണ് നമ്മൾ എന്നും ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായി ഇത് കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുന്നതിനെ, അതിനെ വ്യാഖ്യാനിക്കുന്നതിന്, ഇപ്പൊ വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്തുകൊണ്ട് കാണുന്നില്ല, നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്തുകൊണ്ട് അക്നോളജ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ആവർത്തിച്ചത്. ശരി ഡോക്ടർ ബി ജയരാജ്, എന്തായാലും ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായ സമയത്തെങ്കിലും ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടണം, അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശരിയല്ല. അത് ജയരാജ് താങ്കളെ വസന്ത്, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ വരുന്നുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്, സംസ്ഥാന സർക്കാരിനല്ല എന്ന്. മുഖ്യമന്ത്രി ദേശീയപാതയിൽ ഇങ്ങനെ മണ്ണിടിച്ചിലും ദേശീയപാത പല സ്ഥലങ്ങളിലും തകർന്നതിനും ശേഷം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ അല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നിർഭാഗ്യകരമായ സംഭവമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ട്, വിദഗ്ധ സംഘം വന്ന് പരിശോധിക്കുന്നുണ്ട്, കൂടിയാലോചനകൾ നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുമെന്നാണ്. അത് തന്നെ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്, ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കൈ കഴുകിയെന്ന്. അങ്ങനെയല്ല കേട്ടോ, തെറ്റായ പ്രചാരണമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ല, അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ശ്രീ മഞ്ജുഷ് നോക്കൂ, കഴിഞ്ഞ ദിവസം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അമേരിക്കൻ മോഡൽ റോഡാണ്, അമേരിക്ക തോറ്റുപോകുന്ന റോഡാണ് എന്നാണ് പറഞ്ഞത്. റോഡ് പണിയുമ്പോൾ അമേരിക്കൻ മോഡലും റോഡ് പൊളിയുമ്പോൾ അമ്മായിച്ചനെയും മരുമോനെയും കാണാനില്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. അത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഇത് പൊളിഞ്ഞതോടുകൂടി അമ്മായിച്ചനും മരുമകനും അമേരിക്കൻ വാദവുമായി നടുറോട്ടിൽ ഇറങ്ങി നിൽക്കില്ല. കാര്യം അവർ പൂർണ്ണാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ് എന്നതിൽ സംശയം വേണ്ട. 2, ഈ റോഡുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്നത്, അല്ലെങ്കിൽ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ഒരു മഴ പെയ്തപ്പോ ആ കാറ്റ് കൊണ്ട് കുളിർ കൊണ്ട് റോഡങ്ങ് പൊളിഞ്ഞു പോയതൊന്നുമല്ല ശ്രീ ജയരാജ്. 5ാം
ഘട്ടം പണി പൂർത്തീകരിക്കുന്ന സമയത്ത് പ്രദേശവാസികൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കുന്നുണ്ട്. ആ അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിച്ചിരുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഈ റോഡ് പണി നടക്കുന്നതിനിടയിൽ മഴ പെയ്യുമ്പോൾ വലിയ നീർക്കെട്ട് പോലെ, വലിയ കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നു. അവിടെ ജനങ്ങൾ നീന്തി തുടിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന വീക്ക്ലി റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നോ? ആ വീക്ക്ലി റിവ്യൂ മീറ്റിംഗിൽ മന്ത്രി റിയാസ് അടക്കമുള്ളവർ എന്ത് തീരുമാനമാണ് എടുത്തത്? അപ്പോ മിനിഞ്ഞാന്ന് വരെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാണിച്ച മകുടോദാഹരണമായി നിങ്ങൾ ഉയർത്തിക്കാണിച്ച, മിനിഞ്ഞാന്ന് വരെ നിങ്ങളുടെ കിരീടത്തിലെ പൊന്തൂവലായി നിങ്ങൾ ഉയർത്തിക്കാണിച്ച ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്ന കുഞ്ഞിന് ഇന്ന് തൊട്ട് മുടന്നുണ്ടായപ്പോ അത് എന്റെ കുഞ്ഞല്ല, അത് ആരാന്റെ കുഞ്ഞാണ് എന്ന് പറയുന്ന നടപടി നിങ്ങളെ കൂടുതൽ ഇളിഫ്യരാക്കുകയേ ഉള്ളൂ. വളരെ മെച്യൂറായി ഞങ്ങൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഭാഗമാണ്. ഞങ്ങൾ പഠനം നടത്തും, ആവശ്യമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തും, ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് പറയാതെ കുഞ്ഞുണ്ടാകുന്നോടം വരെ അടിപൊളി കുഞ്ഞായിരിക്കും, മിടുക്കനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് എന്റെ ആണെന്ന് പറയുകയും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനിച്ചിരി മുടന്തു വരുമ്പോ ആ മുടന്തു വരുന്ന കുഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ കുഞ്ഞാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ആത്മാഭിമാനത്തിന് ചേർന്നിട്ടുള്ളതല്ല. കുറച്ചെങ്കിലും തീരെ തൊലിക്കട്ടി പോരാ കേട്ടോ. മിനിഞ്ഞാന്ന് വരെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡെവലപ്മെന്റിൽ സംസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്, അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണെന്ന് മിനിഞ്ഞാന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ അതേ മുഖ്യമന്ത്രിക്ക് ഇന്ന് വന്ന് അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരിക, അല്ലെങ്കിൽ മൗനം പാലിക്കേണ്ടി വരുന്നത് ചില്ലറ തൊലിക്കട്ടി പോരാ എന്ന് പറയാതിരിക്കാൻ വയ്യ. നോക്കൂ, ഇപ്പോ ജയരാജ് അടക്കമുള്ള അല്ലെങ്കിൽ ജയരാജിനെ പോലുള്ള ഇടതു പ്രതിനിധികൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. വലിയ കാര്യമാണോ സാർ? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന അതാത് സംസ്ഥാന സർക്കാരുകളാണ്. അതിന് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ട്, LAAR ആക്ട്. ആ ആക്ട് പ്രകാരം സ്വാഭാവികമായും സ്ഥലത്തിന് ഉതകുന്ന രീതിയിലുള്ള വില കൊടുക്കണം. അത് ബീഹാറിലെ വിലയാവില്ല കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ വിലയാവില്ല കർണാടകയിൽ. ബാംഗ്ലൂർ സിറ്റിയിൽ പോയിട്ട് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കി കൊടുക്കാൻ ഞാൻ ഇല്ല അല്ല പറയട്ടെ ശ്രീ ജയരാജ് പറയട്ടെ, കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അതാത് സ്ഥലങ്ങൾക്കും അതാത് സംസ്ഥാനങ്ങൾക്കും അനുസൃതമായുള്ള രീതിയിൽ വില കൊടുക്കണം. അത് കൊടുക്കുന്നത് നിങ്ങളുടെ AKG സെന്ററിലെ ബക്കറ്റ് പിരിവ് നടത്തിയ പൈസയല്ല, ഞാനും ജയരാജും അടക്കമുള്ളവർ കൊടുക്കുന്ന ഖജനാവിൽ നിന്നാണ്. അത് കൊടുക്കുന്നത് UPA പാസാക്കിയ നിയമത്തിന്റെ ഭാഗവുമായാണ്. അത് അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. 2, നിങ്ങൾ ഫ്ലെക്സ് വെച്ചപ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ റോഡ് തീർക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ റിയാസിന്റെയും അമ്മായിയച്ഛൻ പിണറായി വിജയന്റെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചു. ഓരോ റീച്ച് കഴിയുമ്പോഴും, ഓരോ റീച്ചിന്റെ പണി കഴിയുമ്പോഴും റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും എല്ലാം നിങ്ങൾ റീലിട്ട് കളിച്ചു. അതിനപ്പുറത്ത് നിങ്ങൾ എന്താ ചെയ്തേ? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ലൈവും ഇല്ല, റീൽസും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അല്പസമയം മുമ്പ് മുഹമ്മദ് റിയാസ് ഇട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല, കേന്ദ്രത്തെയും കുറ്റം പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്ന കാര്യം അല്പസമയം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. വാർത്ത അറിഞ്ഞ ഉടനെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു. പത്രസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധന നടത്തി നൽകുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഇതാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഒരു കാര്യം മഞ്ജുഷ്, ഇത് പൊളിഞ്ഞപ്പോഴാണല്ലോ മുഹമ്മദ് റിയാസ് ഇത്രമാത്രം അച്ചടിക്കമുള്ള വടിവൊത്ത രീതിയിൽ എഴുതുന്നത്. ഇതിനു മുമ്പ് വരെ മന്ത്രിസഭയുടെ പരിപാടി ആയിരുന്നില്ല ഇത് കേട്ടോ, മന്ത്രിസഭയുടെ ആയിരുന്നില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരേ ഒരു മന്ത്രിയുടെ PR എക്സസൈസ് ആയിരുന്നു. മന്ത്രിസഭയിൽ തന്നെ പലർക്കും അതിൽ അനിഷ്ടമുണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ഒരു ഒറ്റയാൾ വൺ മാൻ ഷോ ആയിരുന്നു ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടന്ന PR എക്സസൈസിൽ. അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് മന്ത്രിസഭയുടെയാണ്, മന്ത്രിസഭയുടെ തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മറ്റേ അലക്കി തേച്ച വടിവൊത്ത വാക്കുകളുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു ചോദ്യം 10 സെക്കൻഡിൽ അവസാനിപ്പിക്കാം, അതിനുകൂടി ജയരാജ് ഉത്തരം പറയട്ടെ. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അടക്കമുള്ള ഇടത് സൈദ്ധാന്തികർ പറയുന്നത് എന്താണ്? ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു, അതാണ് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ. പക്ഷെ നിങ്ങളുടെ ഫ്ലെക്സുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതിയോ? സ്ഥലം ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ ആ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്ന് ഏതെങ്കിലും ഒരു ഫ്ലെക്സിൽ കണ്ടോ? നാട്ടിൽ വെച്ച എല്ലാ ഫ്ലെക്സിലും നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേസ് 66
67 തൊട്ട് അതിന്റെ നമ്പർ ഏതാണോ അത് യാഥാർത്ഥ്യമാക്കിയ മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്നാണ്. ഒരു ഫ്ലക്സിൽ പോലും സ്ഥലമേറ്റെടുത്തു കൊടുക്കാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്നില്ല. അപ്പൊ മിനിഞ്ഞാന്ന് വരെ ഇത് യാഥാർത്ഥ്യമാക്കിയ നിങ്ങളാണ്. അല്ല, അതൊന്നും കേന്ദ്രത്തെയും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, കേന്ദ്രത്തിനും ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മെയ് 14-ാം തീയതി പോസ്റ്റ് ചെയ്തതാണ്. അത് വട്ടപ്പാറയിൽ ഇതാ ഒരുങ്ങി വട്ടപ്പാറ എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന വട്ടപ്പാറ വളവ് ഓർമ്മകളിലേക്ക് പോകാൻ ഇനി അധിക നാളുകളില്ല. കൗതുകവും ആശ്ചര്യവും ഉയർത്തുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് വട്ടപ്പാറ വയഡക്റ്റ്. സംസ്ഥാനത്ത് NH-66 പൂർത്തിയാകുന്ന ആദ്യത്തെ ജില്ലയായി മാറാൻ പോവുകയാണ് മലപ്പുറം. ജില്ലയിലെ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ 900 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നിട്ട് ആ റോഡിന്റെ മനോഹരമായ ദൃശ്യവും ആകാശ ദൃശ്യവും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്രെഡിറ്റ് ആർക്കാന്നറിയാലോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് NH-66മായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണി പൂർത്തീകരിച്ചതും പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധന നടത്തണം. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടാവണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം. അതിൽ കൃത്യമായി ഇനി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ദൈവാനുഗ്രഹത്തിനാണ് അവിടെ ഒരു ആളപായം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആരുത്തരം പറയുമായിരുന്നു? അതിന് NHA പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് റിയാസ് പറയും, റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് BJP പറയുമായിരുന്നു. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു മനുഷ്യജീവൻ പൊലിയാതിരുന്നത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനും അടക്കം ആവശ്യപ്പെടുന്നത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇവരും ചേർന്ന് പണിയുന്ന ഈ പണിയിൽ നടക്കുന്ന എല്ലായിടത്തും യുദ്ധകാല അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടാവണം. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം, പരിഹരിച്ചു മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ശരി, ശ്രീ MK ഹരിദാസ്, ഇതിപ്പോൾ ഈ മണ്ണിന്റെ ഒരു സമ്മർദ്ദം മൂലം ഇങ്ങനെ മഴ സമയത്ത് വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശാസ്ത്രീയമായ വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സമ്മർദ്ദം എവിടെ നിന്നാണെന്ന് പോലും സംശയിക്കേണ്ടി വരികയാണല്ലോ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പണികൾ ഓടിച്ചു തീർക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ? അങ്ങനെ പോലും ശങ്കിക്കേണ്ടി വരുന്നു. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ ഓരോ ദിവസവും ഒരു ദിവസവും വിശ്രമമില്ലാതെയാണ് വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ ആദ്യം തന്നെ വസന്ത് തെങ്കുമള്ളിയോട് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് അത്ര വലിയ ആനത്തല കാര്യമല്ല എന്ന് പറയരുത്. 95-ലാണ് മദ്രാസിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഗുരുവായൂരിലുള്ള വീട് വഴി എറണാകുളത്തേക്ക് വന്നിട്ട് വരുമ്പോൾ ഞാനൊരു പേപ്പർ മേടിച്ചു KSRTC സ്റ്റാൻഡിൽ നിന്ന്. അന്നത്തെ അതിൻ്റെ ചുവന്ന അക്ഷരത്തിലുള്ള വെണ്ടയ്ക്കാക്ഷരമായിരുന്നു മാതൃഭൂമിയിൽ. ഇടപ്പള്ളി മൂത്തകുന്നം ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു, 1 വർഷത്തിനകം പണി പൂർത്തിയാകുന്നു. 95-ന് ശേഷം നാളിതുവരേക്ക് ഇവിടെ എത്ര ഗവൺമെന്റുകൾ മാറി വന്നു. അതിനുശേഷം ഒരാൾക്ക് പോലും ഈ ഒരു 17 കിലോമീറ്റർ പോലും പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏറ്റവും വലിയ ഈ മെട്രോനെക്കാട്ടിലൊക്കെ ഉപകാരമുള്ള ഒരു സംഗതിയായിരുന്നു അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ആ 95-ൽ നിന്നുകൊണ്ട് ഈ കാഴ്ചപ്പാടിനെ കാണുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 5896 കോടി രൂപ കൊടുത്തിട്ട് ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാർ കാണിച്ചിട്ടുള്ള ആ ഒരു ധീരതയെ ഞാൻ അതിനെ സത്യമായിട്ട് ഞാൻ നന്നായിട്ട് അഭിനന്ദിക്കുന്നു. അത് നിസ്സാര കാര്യമായിട്ടൊന്നും കാണരുത്. ഇവിടെ അതിനുശേഷം ഈ 95-ന് ശേഷം ഏകദേശം 2-3 തവണ UDF-ന് അധികാരത്തിൽ കയറാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്. അത്തരം സർക്കാരുകൾ ഒന്നും എടുക്കാത്തൊരു എഫർട്ട് ഈ പിണറായി വിജയൻ എടുത്തുവെങ്കിൽ അത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ മഞ്ജുഷ്, ഞാൻ 35 കൊല്ലം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയട്ടെ, ഈ സോഫ്റ്റ് ഓപ്പറേഷൻ ടൈമാണിപ്പോൾ. ഞാൻ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം 5-6 കിലോമീറ്ററൊക്കെ ഇപ്പോൾ ഈ ഇവരുടെ ഈ പണി പൂർത്തിയായ റോഡിലൂടെയൊക്കെ പോകാൻ പറ്റുന്നത്. അതിനാണ് ഈ സോഫ്റ്റ് ഓപ്പറേഷൻ എന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പറയുക. കാരണം ഭാരവാഹനങ്ങളൊക്കെ കടത്തിവിട്ടിട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ എന്താണ്, എവിടെയാണ് താഴണ, എവിടെയാണ് വിള്ളണ്, അപ്പൊ അതൊക്കെ അപ്പപ്പോൾ തീർത്തു കൊടുക്കുന്ന ഒരു പരിതസ്ഥിതിയെയാണ് ഈ സോഫ്റ്റ് ഓപ്പറേഷൻ പരിതസ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി കൺസ്ട്രക്ഷൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൺസ്ട്രക്ഷനിലും മഞ്ജുഷ് പറയുന്ന വീടിന്റെ ആയാലും ഈ പറയുന്ന ഹൈവേക്കായാലും പഞ്ചനക്ഷത്ര ഹോട്ടലായാലും എല്ലാറ്റിനും ഇത്തരത്തിലുള്ള ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഡിഫോൾട്ട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് മാത്രമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ബാംഗ്ലൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ മൈസൂർ 6 വരിപ്പാതയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു 6 വരിപ്പാത ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പത്രത്തിലും നിങ്ങളുടെ TV ചാനലുകൾ വഴിക്കും അറിയാൻ കഴിഞ്ഞു. അവിടെയും ഇതുമാതിരി തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടും പല സ്ഥലത്ത് വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോഴത്തെ നമ്മൾ ഇതിനെ വിമർശിക്കാൻ ഇപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള ഇന്ന് വൈകുന്നേരം 3 മണി വരെ 6 സ്ഥലത്താണ് വിള്ളലും മറ്റും രൂപപ്പെട്ടതെങ്കിൽ ഇപ്പൊ
ഇപ്പൊ അത് 8 സ്ഥലത്തായിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഞങ്ങൾക്ക് തരുന്ന വിവരം. അപ്പൊ ഇതിനെ വിമർശിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിതൃത്വം അനാവശ്യമായിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതാണ്. ഇവിടെ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു, അങ്ങനെ 5896 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പിതൃത്വം ഏറ്റെടുത്തുകൂടാ എന്ന്. ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്ക് വഴി പരപുരുഷ ബീജം സ്വീകരിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞാണെന്നും രാജ്യം മുഴുവൻ എൻ്റെ ബീജത്തിൽ പിറന്ന കുഞ്ഞാണെന്ന് രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ സർക്കാരൊക്കെ അധപ്പതിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി വർക്കും ഒരു സംസ്ഥാന ഗവൺമെന്റും ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇരയാക്കാൻ, അതായത് ഇനി സോളാറിന്റെ ഇര ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് അധികാരം നൽകിയെങ്കിൽ ഇനി ആ പരിപ്പ് കേരളത്തിൽ വെവില്ലെന്ന് ഇവർക്ക് മനസ്സിലായതിന്റെ പേരിലെ മൂന്നാമത് ഈ തെരഞ്ഞെടുപ്പിന് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇരയായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ നമ്മുടെ പ്രകൃതി ഇപ്പൊ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഈ അപകടം പറ്റിയ സ്ഥലത്ത് ഒരു കാരണവശാലും 6 ബ്ലോക്കുകൾ 12 മീറ്റർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ അപകടം പറ്റിയ സ്ഥലത്ത് 18 20 മീറ്റർ സ്ഥലത്ത് ഈ 6 ബ്ലോക്കുകൾ കൊണ്ടാണ് ഈ ഉയരമുള്ള ഭാഗം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പൊ ഇവിടെ ശ്രീ വസന്ത തെങ്ങപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ ആ ഇടിഞ്ഞു വീഴുത് അതുകൂടെ പോയ കാറിന്റെ മുകളിലേക്കാണെങ്കിൽ ഇന്ന് ഈ ചർച്ച ഇത്ര ലാഘവമാക്കാൻ നമുക്ക് സാധിക്കുമോ? അതുമാതിരി തന്നെ ഇത് BOT അടിസ്ഥാനത്തിലല്ല, ഹാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രകാരമാണ്. അതായത് BOT അടിസ്ഥാനത്തിൽ അഡ്വാൻസ് കോൺട്രാക്ടർക്ക് കൊടുക്കില്ല. ഇവിടെ 40% അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ റോഡ് പണിയിപ്പിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ ഈ മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള റീലുകളും പോസ്റ്റുകളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുക. വീക്കിലി റിവ്യൂ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ഒരു ടീമായി പോയിട്ട് ഇതിന്റെ റിവ്യൂ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോലും ഇതിന്റെ കൃത്യമായ സൂപ്പർവൈസേഷൻ നടന്നിട്ടില്ലെന്ന് വേണം. ഇത്തരത്തിൽ നമുക്കിപ്പോൾ 8 സ്ഥലത്തായി വിള്ളല് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എന്താ പറയണ്ടത് പ്രൊട്ടക്ഷൻ വാള് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമായിരുന്നില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത് അവരവരുടെ സംസ്ഥാനത്ത് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ പണിക്ക് കൃത്യമായ സൂപ്പർവൈസിങ് നൽകുക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ നോക്കി നോക്കൂ, ഇപ്പൊ ഇവിടെ ഞാൻ മഞ്ജുഷ് പറയുന്നു വിചാരിച്ചു ഇന്ന് രാവിലെ നിങ്ങളുടെ MK ഹരിദാസ്, ഇതിന് സംസ്ഥാന സർക്കാരും ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ഭൂമി ഏറ്റെടുത്ത് നൽകുക എന്നുള്ളത്. അത് സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി തന്നെ ഏറ്റെടുത്ത് നൽകുകയും ഉണ്ടായി. അതിന് 25% ചെലവും സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ സൂപ്പർവിഷൻ കാര്യങ്ങളാണല്ലോ. പിന്നെ നിർദ്ദേശങ്ങൾ നൽകാം, അതുപോലെ തന്നെ ലോക്കൽ കോർഡിനേഷൻ ഉറപ്പാക്കാം. അവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ അത് ജനപ്രതിനിധികൾ വഴി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ ലോ ആൻഡ് ഓർഡർ ഉറപ്പാക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, ഈ നിർമ്മാണ സമയത്തുള്ള ഉത്തരവാദിത്തം? പക്ഷേ അത് നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകാനാവും. ഈ നിർമ്മാണത്തിനിടയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടാനും കഴിയും. അതിനാണല്ലോ റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രി പറയുന്ന പോലെ റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നല്ലേ? മന്ത്രി പറയുന്നത് പോലെ, മന്ത്രി അവകാശപ്പെടുന്നത് 100 റിവ്യൂ മീറ്റിംഗ് ആണെങ്കിൽ 2 or 3 റിവ്യൂ മീറ്റിംഗ് നടക്കും, അപ്പുറം ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുഷ PWD വർക്ക് നടത്തുന്ന, അതായത് ഈ മുഹമ്മദ് റിയാസിന്റെ അണ്ടറിൽ ചെയ്യേണ്ടതായിട്ടുള്ള, അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ അണ്ടറിൽ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾക്ക് പോലും ഒരു സൂപ്പർവൈസറെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, ഒരു ഓവർസിയറെ നമ്മൾ കണ്ടിട്ടില്ല, ഒരു സബ് എഞ്ചിനീയറെ നമ്മൾ കണ്ടിട്ടില്ല. ഞാനൊക്കെ പല സ്ഥലത്തുകളും വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ പണി നടക്കുന്ന ഇവിടെ ഏതെങ്കിലും PWD ഉദ്യോഗസ്ഥർ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നോ, ഇവിടേക്ക് ഈ പണി തുടങ്ങിയതിന്? അതൊക്കെ കോൺട്രാക്ടറിൽ നിക്ഷിപ്തമാക്കി കൊടുക്കുകയാണ് ഇവര്. ആ സ്വന്തം സംസ്ഥാനത്തിന് അധികാരമുള്ള ജോലികൾ നടത്തുന്നിടത്ത് കൃത്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്ത മുഹമ്മദ് റിയാസ് ഈ പണി, നമ്മുടെ ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു പണി പോയി നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലുള്ള ജനങ്ങളെ അങ്ങേറ്റം വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ അത്? അദ്ദേഹം ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇത്രയും ഉഷാറായിട്ട് ഇദ്ദേഹം അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ്. കേരളത്തിൽ എന്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് PWD നേതൃത്വത്തിലാണെങ്കിൽ ഞങ്ങൾ അവിടെ, ഞാൻ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതാണ് ഒരു ചർച്ചയിൽ അദ്ദേഹം ഫോണിൽ വന്നപ്പോൾ. കാരണം ബാംഗ്ലൂരിലായാലും മദ്രാസിലായാലും ഒരു കൾവർട്ടിന്റെ പണി നടക്കട്ടെ, ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കട്ടെ, അവിടെ ഒരു വലിയ ബോർഡ് കാണാം, ആരാണ് കോൺട്രാക്ടർ, എത്ര ദിവസം കൊണ്ട് പണി നിർക്കണം. ഏറ്റവും അവസാനം അതിന്റെ കൗണ്ട് ഡൗൺ ആണ്. 1000 ദിവസം, 999, 998 പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് എത്ര രൂപയാണ് അതിന്റെ ടെൻഡർ വാല്യൂ, എത്ര രൂപയ്ക്കാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്, ആരാണ് കോൺട്രാക്ട്, ഇതെല്ലാം എഴുതി വെച്ച ബോർഡുകൾ കാണുന്നുണ്ടല്ലോ. ഇത് എന്തുകൊണ്ട് കേരളത്തിൽ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെയാണ്, കൈരളിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാ സൈറ്റുകൾക്കും PWD വർക്ക് നടക്കുന്ന എല്ലാ സ്ഥലത്തും ഇനി അത്തരത്തിലുള്ളപ്പോൾ ഒരു സ്ഥലത്തൊരു ബോർഡ് കാണിച്ചാൽ ഇനി മഹാന് സാധിക്കുമോ?
സാധിക്കില്ല. അപ്പൊ സാധിക്കാത്തത് പറയുകയും ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അമ്മാനച്ചനെ മൂന്നാമതും അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഓട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ഇത്തരം കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം എല്ലാ സ്ട്രെച്ചിലും ഞങ്ങൾ പോയിട്ട് ഇത് കൃത്യമായിട്ട് അവലോകനം ചെയ്തു എന്ന് ഇനി പറയില്ല. ഇതിപ്പോ എന്താന്ന് പറയുക, ഈ കുട്ടി അനാഥായി, അച്ഛൻ മരിച്ചു. ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ സൂപ്പർവൈസേഷൻ ചെയ്യേണ്ടത് എന്ന് ഇന്ന് BJP നേതാക്കളൊക്കെ നിങ്ങൾ നീട്ടിയ മൈക്കിന് മുമ്പ് പറയുന്നത് കേട്ടു. അപ്പൊ അതേമാതിരി തന്നെ ഇപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലെന്താ, ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിനപ്പുറം ഞങ്ങൾക്ക് എന്താ. അപ്പൊ ഇപ്പൊ അച്ഛനും മരിച്ചു, ഈ കുട്ടിയുടെ അമ്മയും മരിച്ചു. അതുകൊണ്ട് ഇനി വലിയ അവകാശവാദങ്ങളുമായിട്ട് മുൻപോട്ട് വരില്ല. കാരണം നാളെ ജനങ്ങൾ ചോദിക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരി ഒരു വിള്ളലും അതുമാതിരി തന്നെ മതിലിടിച്ചിലും ഉണ്ടായപ്പോ നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, പിന്നെ എങ്ങനെയാ പറയാ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇനി വരില്ല. സൂക്ഷ്മമില്ലാത്തവന്റെ മുതലേ നാണമില്ലാത്തവൻ തിന്നുക എന്ന് പറഞ്ഞ ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വസന്ത തെങ്ങമ്പള്ളിയും അതുമാതിരി തന്നെ ശ്രീജിത്ത് പണിക്കരൊക്കെ പറഞ്ഞത് നമ്മുടെ നികുതി പണമാണ് ഇപ്പൊ ഈ 5896 കോടി എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ മുഹമ്മദ് റിയാസിന്റെയോ പൊതു സ്വത്തിൽ നിന്നൊന്നല്ല എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് അവകാശവാദങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ഒരു കുതന്ത്രം എന്നതിനപ്പുറം മുഹമ്മദ് റിയാസിന്റെ കാഴ്ചപ്പാടായാലും അതിന് ഉദാഹരണമാണ് ഇന്ന് സ്മാർട്ട് സിറ്റി റോഡുകളുമായിട്ട് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. കാരണം ഇപ്പൊ MP രാജേഷ് പറയുന്നു, അതുമാതിരി തന്നെ മേയർ പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട്. പക്ഷെ അവിടെ ഫ്ലക്സുകളും ബോർഡുകളും അമ്മാനച്ചന്റെയും മരുമകന്റെ ആയിട്ട് നിരന്നു കഴിഞ്ഞു. അത് ന്യായമായ കാര്യമാണ്. കാരണം PWDക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല, ഒരു പൈസയുടെ പോലും ചെലവില്ല. അതിൽ തദ്ദേശ ഭരണ വകുപ്പും കേന്ദ്ര സർക്കാരുമാണ് അതിൽ ഫണ്ട് ചെലവാക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലാണ് വരുന്നത്. അവിടെ എന്നിട്ട് ഫ്ലെക്സ് വെച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടേതുമാണ്. അപ്പോൾ മന്ത്രി MP രാജേഷ് പ്രതിഷേധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, പരാതി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്കത് ചിന്തിക്കാം. മുഖ്യമന്ത്രി വരാത്തതും ആ പരാതി കാരണമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് അനാരോഗ്യം കാരണമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നാണ്. ശരി, മുഖ്യമന്ത്രി ഓഫീസ് പറയുന്നത് വിശ്വസിക്കാം. അതൊക്കെ രാഷ്ട്രീയല്ലേ മഞ്ജുഷേ? ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിൽ ശ്രീജിത്ത് പണിക്കർ, ഇത് PWD മന്ത്രിക്ക് അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് ഏതെങ്കിലും മന്ത്രിക്ക് അവകാശപ്പെടണമെങ്കിൽ അത് ധനമന്ത്രിക്ക് അവകാശപ്പെടാം. പണം അനുവദിക്കുന്ന അവിടെ നിന്നാണ്. ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. അവരൊന്നും ഈ അവകാശവാദം ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരവും കൊടുക്കുന്നില്ല. പകരം എല്ലാ ഫ്ലക്സിലും നിറഞ്ഞു നിൽക്കുന്നത് PWD മന്ത്രിയാണ് ഇതെല്ലാം റീൽസ് ആക്കി. ഇപ്പോൾ ആദ്യ റീച്ച് പണി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടുവല്ലോ, ആ പാലത്തിൽ കൂടി ഉള്ള ആ നടപ്പും ആ റീൽസുകളും ഒക്കെ. അതിലൊന്നും കേന്ദ്രത്തിന്റെ കാര്യം മിണ്ടുന്നു പോലുമില്ല. ഒരു കേന്ദ്ര പ്രതിനിധിയും അവിടെ ഉണ്ടായിരുന്നുമില്ല. ശ്രീ മഞ്ജുഷ്, 3 മാസം മുമ്പ് നമ്മുടെ നിയമസഭയുടെ ഒരു സെഷൻ നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പുരോഗതി, ദേശീയപാതയുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ബാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പല സാമാജികരും ശ്രീ മുഹമ്മദ് റിയാസിനോട് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം നൽകിയിരുന്ന മറുപടിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദേശീയപാതകളുടെ വികസനം അവലോകനം ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തലങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് എന്നാണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ആർക്കൊക്കെയാണെന്ന് നോക്കൂ. പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറിക്കുണ്ട്, ചീഫ് സെക്രട്ടറിക്കുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത്. ഈ അവലോകന യോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കട്ടൻ ചായയും പരിപ്പോടയും തിന്നിട്ട് പോകാനുള്ളതല്ലല്ലോ. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി എല്ലാം കൺസേൺസ് റേസ് ചെയ്യുകയും അതെല്ലാം തന്നെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഈ അവലോകന യോഗങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കളക്ടറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സർക്കാർ അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലവർഷത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നുവെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ഇവർ അറിയുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം ഈ പ്രശ്നമെല്ലാം ഉണ്ടായതിനു ശേഷം വന്നിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു കളക്ടറുടെ ഒരു വാർത്താക്കുറിപ്പാണ്. എന്നിട്ട് പറയുകയാണ്, ദുരന്ത സാധ്യതാ പഠനം നടത്തുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഒന്നാലോചിച്ച് നോക്കുക, ഈ വർഷം ഡിസംബർ മാസത്തിൽ ഈ സ്ട്രെച്ച് പൂർണ്ണമായിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തുറന്നു കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്നോ പണി തുടങ്ങിയിരിക്കുന്ന ഈ കാസർഗോഡുള്ള അവിടുത്തെ കളക്ടർ ഇപ്പോൾ തടി തപ്പുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന്. ഇതെന്തോ ഈ കതിരിൽ വളം വെക്കുക എന്നൊക്കെ പറയണം. ഇത് കതിരുമല്ലല്ലോ, ഇത് വളർന്ന് വലിയ വൃക്ഷമൊക്കെ ആയതിനു ശേഷം പിന്നീട് അതിന് പുറത്തേക്ക് കൊണ്ടുപോയി വളം വെക്കുന്നത് പോലെയുള്ള നടപടികളാണ്. ഈ സ്ട്രെച്ചിലെ പരിപാടികളെല്ലാം തീർന്ന് ഏതാനും മാസങ്ങൾക്കകം ഇത് പൂർണ്ണമായിട്ടുള്ള ഉപയോഗത്തിന് തുറന്നു കൊടുക്കും എന്നുള്ള സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം പെട്ടെന്ന് തടി തപ്പുന്നതിന് വേണ്ടി കളക്ടറുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. ഉടനെ ദുരന്ത നിവാരണ അതോറിറ്റിയും
എല്ലാവരും കൂടി കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠനം, ദുരന്ത സാധ്യതാ പഠനം ഒക്കെ നടത്തണമെന്ന്. അപ്പൊ എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലേക്ക് പോയിരുന്നത്? നമ്മളുടെ എല്ലാവരുടെയും പണമാണ്. ഈ പണത്തിന് തന്നെ പലതരത്തിലുള്ള കണക്ക് പറഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞിരുന്നത് ഏതാണ്ട് 5600 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് മുതൽ മുഹമ്മദ് റിയാസ് അതിന്റെ നറേറ്റീവ് മാറ്റിയിട്ടുണ്ട്. കടമെടുപ്പ് പരിധിയും കാര്യങ്ങളും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 12,000 കോടി മുടക്കിയെന്നാണ്. അതിനെ കൂടി ചേർത്ത് വെച്ചിട്ട് കേരളം 12,000 കോടി രൂപ മുടക്കി. അങ്ങനെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പണം മുടക്കിയിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം സഭയിലുണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരുന്ന മറുപടിയിൽ അദ്ദേഹം പറയുന്നില്ല കേരളം ഒരേ ഒരു സംസ്ഥാനമാണ് ഇങ്ങനെ പണം മുടക്കിയതെന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അതിന്റെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇതേപോലെ പണം ആവശ്യപ്പെടാറുണ്ട്, കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെടാറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്തതുപോലെ കേരളം വലിയ ബെനവലന്റ് ആയിട്ടുള്ള ഒരു സർക്കാരാണ്. അങ്ങനെ ജനങ്ങളുടെ താല്പര്യം മാത്രം നോക്കി നിർത്തി എത്ര പണമാണ് എന്നുള്ളത് നോക്കാതെ 5600 കോടിയെങ്കിൽ അത്ര, 12,000 കോടിയെങ്കിൽ അത്ര അതങ്ങ് എടുത്തു വീശിയിട്ട് ഈ പരിപാടി നമ്മളാണ് നടത്തിയിരിക്കുന്നത് എന്ന് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതിന് വേണ്ടിയും വരുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നതിനുമാണ് ഇവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള ഫ്ലെക്സ് നമ്മളിങ്ങനെ കണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ആ സമയത്ത് തന്നെ ഏറ്റെടുക്കണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അവലോകന യോഗങ്ങളിൽ പ്രശ്നമുണ്ടായി എന്ന് പറയണമായിരുന്നു. ഈ പറയുന്ന ജാഥ പോലെ ഞങ്ങൾ കേരളത്തിലുള്ള 14 ജില്ലകളിലും ഞങ്ങൾ എല്ലായിടത്തും എല്ലാ ആഴ്ചകളിലും ഇതേപോലെ സംഘങ്ങളായി പോയി ഒരു മീറ്റിംഗ് പോലും ഇല്ലാത്ത ഒരു ദിവസമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിയും ഉൾപ്പെടെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തായിരുന്നു ചെയ്തത് എന്നുള്ള ഒരു ചോദ്യമില്ലേ? ഇത് കുറേയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞ ഒരു മറുപടിയാണല്ലോ ഈ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കലിന് പണം നൽകിയത് എന്നുള്ള വാദത്തിലേക്ക് വന്നത്. എ റഹീമായിരുന്നു അന്ന് ചോദ്യം ചോദിച്ചത്. അതിന് മന്ത്രി നൽകിയ ഉത്തരം സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഭൂമി വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറായെന്ന്. പക്ഷേ ആ ഉത്തരത്തിൽ തന്നെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ എത്ര തുക നൽകി എന്നുള്ളത്. ഹരിയാനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു 3114 കോടി രൂപ. ഉത്തർപ്രദേശിന്റെ പറയുന്നുണ്ടായിരുന്നു 2301 കോടി രൂപ ഭൂമി വിലയായി നൽകുകയുണ്ടായി എന്ന്. ബീഹാർ 733 കോടി. അത് ആ സമയം വരെയുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ്. അതായത് ചില സംസ്ഥാനങ്ങൾ ചെലവിന്റെ മുഴുവൻ തുകയും നൽകിയെന്നാണ് ഗഡ്കരി അന്ന് പറഞ്ഞത്. അത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചിട്ട് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ മാത്രമാണ് കൊടുത്തതെന്ന് പറഞ്ഞ് വ്യാപക പ്രചരണമായിരുന്നു. അത് റീൽസും ബോർഡും ഒക്കെയുള്ള പ്രചാരണമായിരുന്നു. അല്ല, അതാണ് റിയാസ്, റീച്ച്, റീൽസ്, ഈ ഒരു ഇക്വേഷനിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അതല്ല എങ്കിൽ ഇത്രയും വലിയ അവലോകന യോഗങ്ങൾ, മീറ്റിംഗ് ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല, സന്ദർശനം ജാഥ പോലെ പോയിട്ടുള്ള ഒരു ദിവസവുമില്ല, അക്കൗണ്ടബിലിറ്റി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘത്തിൽ ഈ PWDയുടെ ഉൾപ്പെടെയുള്ള നിരവധി എഞ്ചിനീയർമാരും മറ്റ് ഔദ്യോഗികമായിട്ടുള്ള പദവികളിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ അക്കൗണ്ടബിൾ ആക്കേണ്ടതില്ലേ? അവർ റെസ്പോൺസിബിൾ ആകേണ്ടതല്ലേ? അവരോട് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ചോദിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന മീറ്റിങ്ങുകളിലും അവിടെ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രേഖ ഇതേവരെ പൊതുസമക്ഷത്തിലേക്ക് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം തന്നെ കേവലം റീൽസ് ഇടുന്നതിന് വേണ്ടിയും ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും നേരത്തെ പറഞ്ഞതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങളായിരുന്നു. അത് പലപ്പോഴും പാളിയിട്ടുമുണ്ട്. കാരണം ഇവിടെ BJP-ക്കാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ വരെ, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട് ഇത് ഗഡ്കരിയുടെ റോഡാണ് എന്ന്. അപ്പൊ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ റോഡ് നന്നായിട്ട് വന്നെങ്കിലും ആ റോഡ് പൊളിഞ്ഞുവെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ആണെങ്കിലും കോട്ടമാണെങ്കിലും അത് കേന്ദ്ര സർക്കാരിന് നൽകുക. ഇനി ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തേണ്ടത് എന്നത് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി വിലയുടെ 25% എങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പറയുക. അതല്ലാതെ അതിനെ ഊതിപ്പെരുപ്പിച്ച് 5600 കോടിയെ തള്ളി 12,000 കോടിയിലേക്ക് എത്തിക്കുന്ന ഒരു മാജിക് ഒക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ കണക്ക് പറയുമോ? ഇല്ല. പകരം നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോട് പറയുന്ന സമയത്ത്, റീൽസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്ന 5600 കോടി എന്ന് പറയുന്നത് ഇപ്പൊ 12,000 കോടിയാകും. ഇതെല്ലാം ഉദ്ദേശിച്ചിരുന്നത് ഒരൊറ്റ കാര്യമാണ്, ഞങ്ങൾ ഈ വരുന്ന ഡിസംബറോടുകൂടി ഇത് തുറന്നു കൊടുക്കുന്നു. ഇത് തുറന്നു കൊടുക്കുന്നത് പോലും ഇവരല്ലല്ലോ. ഇത് തുറന്നു കൊടുക്കാനുള്ള തീരുമാനം പോലും നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതാണ്.
പക്ഷെ അതിൻ്റെയും ഉത്തരവാദിത്തം, അതിൻ്റെ കാർമ്മികത്വം ഒക്കെ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം പോലും നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനേക്കാൾ മുമ്പ് ഞങ്ങളാണ് ഇവിടെ ഇത് നടത്താൻ പോകുന്നത് എന്ന്. പല സ്ട്രെച്ചുകളും ഇതേപോലെയുള്ള പല റീച്ചുകളും തുറന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെ വണ്ടികളിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ, തുറന്ന വണ്ടികളിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ, സെൽഫി എടുക്കുന്നതും റീൽസ് ഇടുന്നതും നമ്മൾ കണ്ടതല്ലേ. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഈ വാഴ്ത്തുപാട്ട് സംഘം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ഒരു റീച്ചിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ദാ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൽ കൂടി ഉണ്ടായിരിക്കുന്ന റോഡിൽ അദ്ദേഹം ഇതാ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുടെ പരിണിത ഫലം എന്നുള്ളത് തന്നെയായിരുന്നു. ഇച്ഛാശക്തി അത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് മുഹമ്മദ് റിയാസ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്, NHAA ഏറ്റെടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുമ്പോൾ പക്ഷെ അത് സംസ്ഥാന സർക്കാർ സ്വന്തമാക്കി വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്നത്. മഞ്ജുഷ, അത് ഞാൻ നേരത്തെ ക്ലിയർ ചെയ്തതാണ്. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. വസന്ത് തെങ്ങുപള്ളി ഇവിടെ പറഞ്ഞപ്പോൾ അമ്മായിയപ്പൻ മരുമകൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണം നടത്തി. അത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നീട് അവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ കെ കരുണാകരൻ, കെ മുരളീധരൻ, പത്മജ വേണുഗോപാൽ എന്നൊക്കെ പറയുന്ന മക്കൾ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ ബേസ് ചെയ്തുകൊണ്ട് ആ കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് വസന്ത് തങ്കമ്പള്ളി ആ കണ്ണാടി അങ്ങ് മാറ്റിയാൽ മതി, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് വൃത്തികേടാക്കണമെന്നില്ല. അതൊരു ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ നിലവാരത്തിന് തകർക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളെന്നും. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്, യുവജന നേതാവ് എന്നുള്ള രീതിയിൽ പേരെടുത്ത ആളാണ്. പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും അദ്ദേഹം മന്ത്രിയാവുമായിരുന്നു. അത്തരം ന്യായങ്ങൾ കുറെ നാളുകളായി കോൺഗ്രസുകാർ പുളമ്പിക്കൊണ്ട് നടക്കുകയാണ്. അതിനെയൊക്കെ തൃണവൽഗണിക്കുന്നു, എന്നാലും ആവർത്തിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അപകടം നടന്ന സ്ട്രെച്ചിന്റെ നിർമ്മാണം നടത്തിയ KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി 8700 കിലോമീറ്റർ പാതയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് പരിപാടി തീരുന്നതിന് മുമ്പില്, അതായത് സമയപരിധിക്ക് മുമ്പ് തന്നെ ഇത് പണി പൂർത്തിയാക്കിയതിന്റെ പേരിൽ ഒരുപാട് സംസ്ഥാനങ്ങളുടെ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ ആ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചോ ആർക്കും യാതൊരു സംശയവും ഇതുവരെ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കേരളത്തിന്റെ പ്രത്യേക ഭൂപ്രകൃതി, പിന്നെ ചില പ്രത്യേക മേഖലകൾ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. നമ്മള് ഇവിടെ കോഴിക്കോട് ഒരു ട്രക്ക് ഡ്രൈവർ എങ്ങനെയാണ് ഒലിച്ചു പോയത്, ബാംഗ്ലൂർ എങ്ങനെയാണ് ഒലിച്ചു പോയത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് മണ്ണിടിഞ്ഞ് വീണത്. കൊങ്കൺ റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര സ്ഥലങ്ങളിലാണ് മലയിടിഞ്ഞ് വീണത്. എത്രയോ ഇതിനകത്ത് ടണലുകളിനകത്ത് ആളുകൾ കൂടെ പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിഞ്ഞു വീഴാറുണ്ട്. ഇതൊക്കെ പ്രകൃതി ദുരന്തം. പ്രകൃതിയിൽ എന്തെങ്കിലും കയ്യേറ്റം നടത്തി കഴിഞ്ഞാൽ, ഞാൻ പാരിസ്ഥിതിക മൗലികവാദി അല്ലാത്തതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ പാരിസ്ഥിതിയിൽ ആരിടപെടൽ നടത്തിയാലും അതിന് തിരിച്ചടി ഉണ്ടാവും എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ പണ്ടുകാലം മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പഴയൊരു നാടകഗാനം ഉണ്ടല്ലോ, ഇക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞ്. അന്ന് തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടാണ്. അതിനകത്ത് തന്നെ മല വെട്ടി വയലാക്കിയിട്ട് ആര്യൻ വിത്തെറിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രകൃതിയിൽ സ്പോഞ്ചുകളായിട്ട് വർത്തിക്കുന്നതാണല്ലോ മലകളും കുന്നിടിച്ചിലും പാറ പൊട്ടിക്കലും ഒക്കെ എല്ലാ അതിലോല പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രകൃതി ചില പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൽനിനോ ലാനിനോ പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് കൂമ്പാരമഴ പോലെ കേരളം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് മഴ പെയ്യുന്നു. 300 സെന്റിമീറ്റർ മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ പെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം. കാലവർഷം തുടങ്ങിയിട്ടുള്ളൂ. അത്ര സമയത്ത് ഇത്തരത്തിലുള്ള കുത്തൊഴുക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. ഇത് പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉത്തരാഞ്ചലിൽ മണ്ണിടിയുന്നു, കൺസ്ട്രക്ഷന്റെ പുറത്തൂടെ ഇടിഞ്ഞു വീഴുന്നു. ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ഏറ്റുമുട്ടി തന്നെയാണ് മനുഷ്യൻ എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാളികാവ് സ്ട്രെച്ചിൽ അല്ലെങ്കിൽ 1-2 അല്ലെങ്കിൽ ശ്രീ ഹരിദാസ് പറഞ്ഞ കണക്കല്ലേ 8 സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ 8 സ്ഥലത്ത് ഒരു വിള്ളലുണ്ടായെന്ന് പറഞ്ഞിട്ട് ഈ പദ്ധതിയൊന്നും ആരും അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പഠിച്ച് NHAA അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചതിന് ശേഷം ആ പഠിച്ചതിന് വേണ്ടി എന്തൊക്കെയാണ് റെമഡീസ് അതിനകത്ത് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ആ രീതി കണ്ടെത്തിയതിനു ശേഷം അവരത് ശാസ്ത്രീയമായിട്ട് തന്നെ നടപ്പിലാക്കും. അവരാദ്യമായിട്ടൊന്നുമല്ലല്ലോ ഈ ഇത്തരം പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിൽ പിന്നെ റീൽസ് ഇടുക, പബ്ലിക് റിലേഷൻ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് മഹാപരാധമായിട്ട് അപരാധമായിട്ടൊന്നും കാര്യമൊന്നുമില്ല.
ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും റീൽസ് ഇടുകയൊക്കെ ചെയ്യുന്ന അല്ല, കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയല്ല. അത് എടുത്തെടുത്ത് പറഞ്ഞു, നല്ലതാണ്, ഇത് നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ഓരോ സെന്റൻസുകളും നോക്കൂ, അതിൽ ആരാണ് പണം മുടക്കിയത് എന്നുള്ളത് അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ റീൽസും ഇട്ടുകൊണ്ടിരുന്നത്. താങ്കൾ എടുത്ത് വായിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഈ പണം മുടക്കിയവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഒരാള് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാര മാധ്യമത്തിൽ കേന്ദ്രത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ 99% കേരള സർക്കാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാതെ കേന്ദ്ര സർക്കാരിന്റെ പങ്കിനെ മാത്രം പെരുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് ഇത്തരം മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുന്നത്. അതല്ല, ഇതേ കണക്കുകൾ അംഗീകരിച്ചു പോയിരുന്നെങ്കിൽ ഇത് എടുത്ത് വിളിച്ചു പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് കേരളത്തിന് എന്തൊക്കെയാണ് പങ്കെന്ന് പറയണ്ടേ. അതിനു വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര പ്ലാറ്റ്ഫോമുകളല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് എഫക്റ്റീവായിട്ട് ആരും ഉപയോഗിക്കുന്നു? മോദി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ വ്യക്തമായിട്ട് കോൺഗ്രസിനെക്കാളും നല്ല രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ്. ശ്രീ പണിക്കറിനൊക്കെ അത് നന്നായിട്ട് അറിയാം അത്തരം മെഷീനറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും കുറ്റം പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ട് കോൺഗ്രസിനില്ലേ, കോൺഗ്രസ് എന്തെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകളാണ് AICCയുടെ ഹാൻഡിലൂടെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അടിച്ചുവിടുന്നത്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങളും പിന്നീട് അത് തിരുത്തുപോലും കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത രീതിയിലാണ് അവരുടെ വിചാർ വിഭാഗം, KPCC വിചാർ വിഭാഗം കുറെ നാളായിട്ട്. എനിക്ക് പല സുഹൃത്തുക്കളുള്ളത് കാരണം അവർ പലപ്പോഴും ഈ പൊട്ടത്തരങ്ങൾ അയച്ചു തരുമ്പം ഞാൻ അതിന് മറുപടി എഴുതിയിടാറുണ്ട്. അന്നേരമൊക്കെ പറയുന്നത് ഇത് അവിടെ നിന്ന് അയച്ചു തരുന്നതാണ്, അതിന് ടൈപ്ഡ് മറുപടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കണമെന്നുള്ള ടൈപ്ഡ് മറുപടി വരെ കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊരാൾ ഒരു മറുപടി അയച്ചു, അതേ മറുപടി തന്നെ വേറൊരാൾ അയച്ചപ്പോൾ ആണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റിന് ഇങ്ങനെ ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് പറയാൻ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വരെ ടൈപ്ഡ് മറുപടി വരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ആളായിട്ട് മുഹമ്മദ് റിയാസിനെ കാണാൻ പറ്റുകയില്ലല്ലോ. എന്തായാലും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ പറഞ്ഞ ആ ഒരു പരാമർശത്തിനുള്ള മറുപടിയാണ് ഡോക്ടർ ബി ജയരാജ് ആദ്യം നൽകിയത്. എനിക്ക് അല്പം സമയം നൽകണം. ഡോക്ടർ ജയരാജിന് ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിച്ചു, എന്റെ വാദത്തെ കടന്നാക്രമിച്ചു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അമ്മായിയച്ഛൻ മരുമകൻ പ്രാസം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അറിയാമോ ജയരാജ്? ഒന്ന്, ഈ സംസ്ഥാനത്ത് ഒരു AI ക്യാമറ വെച്ചായിരുന്നു. നമ്മളുടെ ഒക്കെ അറിവിൽ AI എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ച് അത് അമ്മായിയച്ഛൻ ഒരു ഇംഗമായിരുന്നു. ഏതമ്മായിയച്ഛൻ? നിങ്ങളുടെ പിണറായിയുടെ മകന്റെ മരുമകളുടെ മകന്റെ ഭാര്യയുടെ അച്ഛനായിരുന്നു അതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത്. എന്തൊക്കെ കള്ളത്തരമാണ് ഈ പറയുന്നത്? എന്തൊക്കെ കള്ളത്തരമാണ് വസന്ത്? ഇത് നാട്ടുകാർ കാണുന്നതാണ്. ഇതൊക്കെ നാട്ടുകാർ കാണുന്നതാണ്. ചുമ്മാ ഇരുന്നോണ്ട് ഇങ്ങനെ പറയാതെ വെറുതെ ഇരുന്നുണ്ട്. ആദ്യമേ അഴിമതി ക്യാമറ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം 9 വർഷമായിട്ട് ഏതെങ്കിലും ഒരു അഴിമതി തെളിയിക്കാൻ കോൺഗ്രസിന്റെ അനുബന്ധ സംഘടനകൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ വസന്ത്? അതൊന്നും ഇല്ലാതെ ചുമ്മാ അനാവശ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. കുറെ നാളുകൾ കൊണ്ട് ഇത് കേൾക്കുന്നതാണല്ലോ. പുതിയതായിട്ടില്ലെങ്കിൽ ഉത്തരം മുട്ടിയെങ്കിൽ ഇപ്പൊ ദേശീയപാത ഇടിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അല്പമെങ്കിലും നാണം, ഒരല്പം ഉളുപ്പ്. താങ്കളൊരു യുവ പ്രവർത്തകനല്ലേ, താങ്കൾക്ക് അതൊന്ന് സാമാന്യ മര്യാദ കാണിച്ചൂടെ? ഈ എന്തെങ്കിലും കഴിഞ്ഞ 9 വർഷമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ ഏതെങ്കിലും കാമ്പുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ ഇവിടുത്തെ KPCC പ്രസിഡന്റിനോ KPCC സെക്രട്ടറിക്കോ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, തെളിയിച്ചിട്ടില്ലല്ലോ. പിന്നെ കൂടുതലൊന്നും പറയണ്ട. പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കാം. പല ആരോപണം താങ്കളുടെ മോഹത്തിൽ ഉയരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കാം. അതേ നടക്കത്തുള്ളൂ. അങ്ങനെ സായുജ്യം അടയാം. അങ്ങനെ സായുജ്യം അടഞ്ഞോളൂ വസന്ത്. ഇനി പറയാമോ ഡോക്ടർ ജയരാജ്? അങ്ങ് ഇടയ്ക്ക് ഇടപെടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും എനിക്കില്ല. പക്ഷേ എന്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. വേറൊരാൾ ഇടപെട്ടപ്പോൾ സംസാരിച്ചാൽ ഇത് ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് അങ്ങ് ഡോക്ടറേറ്റ് എടുത്തത് റിയാസ്തുതിയിൽ അല്ലെങ്കിൽ മിനിമം അംഗനവാടി കുട്ടികളുടെ മര്യാദകൾ കാണിക്കണം. 1.5 മണിക്കൂർ അങ്ങ് നടത്തിയ റിയാസ്തുതി കേട്ടിരുന്ന ആളാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഇടപെടുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയില്ലായ്മയാണ്. അതാണ് മനസ്സിലാക്കുക കേട്ടോ. രണ്ടാമത്, എന്നെ ജനങ്ങൾ കേട്ടിരിക്കുകയാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. എന്നെ ജനങ്ങൾ ക്രൂസിഫൈ ചെയ്തോട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. ഞാൻ ക്ലിയർ ആയി പറഞ്ഞല്ലോ. രണ്ടാമത് അങ്ങ് പറഞ്ഞു രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും തുടങ്ങിയുള്ളവരെയാണ് അങ്ങ് എക്സാമ്പിളായി മുമ്പോട്ട് വെച്ചത്. അതിനുള്ള യോഗ്യത പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ടോ എന്നുള്ളത് ജനം തന്നെ വിലയിരുത്തട്ടെ.
നോക്കൂ, അമ്മായിച്ചനായതുകൊണ്ട് തന്നെയാണ് സഹാവ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന്റെ അമ്മായിച്ചനായതുകൊണ്ട് തന്നെയാണ് എൻ ഷംസീറിന് മുകളിൽ മന്ത്രിയായി റിയാസിനെ പ്രതിഷ്ഠിച്ചത്. അത് പറയുന്ന ഞങ്ങളല്ല കേട്ടോ, അത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. ആരാണെന്ന് നിങ്ങൾ നല്ലപോലെ ഒന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ കാണാം. അമ്മായിച്ചനായതുകൊണ്ട് തന്നെയാണ് PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നപ്പോ അത് റിയാസിന്റെ സ്ഥാനം തട്ടിത്തെറിപ്പിക്കാനുള്ളതാണ് എന്ന് കണ്ട് സഹാവ് PK ശ്രീമതിയെ പോലെ വളരെ സീനിയർ ആയ ഒരാളോട് നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കും പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു അവരെ അവഹേളിച്ചു വിട്ടത് അതും അമ്മായിച്ചനായതുകൊണ്ട് തന്നെയാണ്. പിന്നെ വീണ വിജയൻ, വീണ തൈക്കണ്ടിക്ക് മാസം മാസപ്പടി കിട്ടിക്കൊണ്ടിരുന്നത് ആ വീണ തൈക്കണ്ടിയുടെ പിതാവ് സഹാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ട്. അതുകൊണ്ട് അമ്മായച്ചനും മരുമകനും അമ്മായച്ചനും മകളും ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാസപ്പടി കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നല്ലത്. വെട്ടിനിർത്തി ഷംസീറിനെയും സ്വരാജിനെയും വെട്ടിനിർത്തി റിയാസിനെ പ്രതിഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ അമ്മായച്ചൻ മേൽവിലാസം സഹാവ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് കേരള മുഖ്യമന്ത്രി എന്നായതുകൊണ്ട് തന്നെയാണ് ജയരാജെ. അത് മനസ്സിലാവാത്തത് നിങ്ങൾക്കും കുറച്ച് റിയാസ് സ്തുതി പാഠകർക്കും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി അങ്ങനൊരു നാടകഗാനം പറഞ്ഞല്ലോ, ഞാനും ഒരു നാടകഗാനം പാടാമെന്നേ. പണ്ട് KPSCയുടെ ഒക്കെ ബാനറിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ പാടിക്കൊണ്ട് കിടന്നിരുന്ന നാടകഗാനം ഏതാ? നമ്മൾ കൊയ്യും വയലെല്ലാം നാളെ നമ്മുടേതാകും പൈങ്കിളിയെ എന്നാണ്. അങ്ങനെ നിങ്ങൾ കോരിത്തരിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർക്ക് പാടാൻ പറ്റിയ മറ്റൊരു പാട്ടുണ്ട്. നമ്മൾ പണിയും റോഡെല്ലാം നാളെ തോടായി മാറും സഹാക്കളെ എന്ന് പാടിയാൽ മതി. നിങ്ങൾ പണിഞ്ഞ റോഡുകൾ, നിങ്ങൾ പണിഞ്ഞ പാലങ്ങൾ, ഇതാ നാടൊട്ടുക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര നടത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ റോഡിലും വിള്ളലുണ്ട്. ഇന്ന് ന്യൂസ് 18ന്റെ ആർക്കൈവ്സ് എടുത്ത് നോക്കിയാൽ മതി. 1, 2, 3, 4, 5 എത്ര റോഡുകൾ ഇന്ന് മാത്രം പൊളിഞ്ഞത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഡോക്ടർ ജയരാജ്, ഒന്നെങ്കിൽ താങ്കൾ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകൾ, താങ്കൾ അടങ്ങുന്ന സ്തുതി പാഠകർ, കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയുന്നില്ല, താങ്കൾ അടങ്ങുന്ന പിണറായിസ്റ്റുകൾ, താങ്കൾ അടങ്ങുന്ന പിണറായി സ്തുതിയിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നവർ ഒന്നെങ്കിൽ അംഗീകരിക്കണം, ഞങ്ങൾക്ക് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല. വെറും 25% ഫണ്ട് മുടക്കിയതിന്റെ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി 2013 LARR ആക്ട് കേന്ദ്ര കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു ലീഗൽ ബൈൻഡിങ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ ചെയ്തു, അത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ പറഞ്ഞത് ഇതാ എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റു പറഞ്ഞ് നിങ്ങൾ പിന്മാറണം. അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നിങ്ങൾ സെൽഫി എടുത്തിട്ടതുപോലെ, നിങ്ങൾ റീൽ ഇട്ടതുപോലെ, നിങ്ങൾ ബൈറ്റ് കൊടുത്തതുപോലെ, നിങ്ങൾ ആകാശ ദൃശ്യങ്ങൾ എടുത്ത് പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുപോലെ ഇത് നിങ്ങളുടെ കൂടെ കുഞ്ഞാണ്. ആ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതിന്റെ പിതൃദോഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 25% പങ്കെങ്കിലും പക്ഷേ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെയല്ലേ അതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്. അവരുടെ കൺസ്ട്രക്ഷൻ, അവർ കരാർ കൊടുത്ത കമ്പനികളുടെ പിഴവ്, ഇതൊക്കെയല്ലേ എന്തായാലും സംഭവിച്ചിരിക്കുന്നത് അവിടെ. അല്ല, എന്നോടാണ് സമയം തീരാറായി, അല്ലെങ്കിൽ ഞാൻ വസന്തിന് സംസാരിക്കാൻ സമയം തരുമായിരുന്നു. നോക്കൂ മഞ്ജുഷേ, എനിക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ വെച്ചിട്ട് ഈ അലൈൻമെന്റ് തീരുമാനിച്ചിട്ട് ഇതിന്റെ ഈ 40% അഡ്വാൻസ് വരെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ വർക്കുകളിൽ യാതൊരുവിധ കാര്യങ്ങൾക്കും ഇടപെടാനാകാത്ത വിധത്തിലാണ് ഇതിന്റെ ടെൻഡറിങ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങളും. ഇപ്പൊ നമ്മുടെ ഏകദേശം നമ്മൾ പറയില്ലേ, കൊടുങ്ങല്ലൂർ തൊട്ടിട്ട് ഇവിടെ അരൂർ ടോൾ വരയ്ക്കുള്ള ഭാഗത്ത് കോൺട്രാക്ട് ഏറ്റെടുത്ത കമ്പനിയിൽ ജോലി ചെയ്യുന്ന, ഉന്നതരായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് പിന്നീട് ഇവർക്ക് ഇതിന്റെ മെറ്റീരിയൽസ് എന്താണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 6 ബ്ലോക്കുകൾ 12 മീറ്റർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ പല സ്ഥലത്തും 18 മീറ്റർ ഉപയോഗിച്ചിട്ടും അതിനെ തടയിടാൻ യാതൊരുവിധ നടപടിയും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് അത് കോൺട്രാക്ടറുടെ റിസ്കിൽ കോൺട്രാക്ടർ ചെയ്തിട്ട് ഈ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ, ടോൾ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി നൽകാനുള്ള ഈ 60% ഘട്ടം ഘട്ടമായിട്ട് നൽകിക്കൊണ്ടിരിക്കെ 15 വർഷത്തേക്ക് ഇതിന്റെ ഗ്യാരണ്ടി അടക്കം പിന്നെ കോൺട്രാക്ടറുടെ തലയിലാവുക കാരണം കൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൽ ഇടപെടാറില്ല. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ള കാര്യം. മഞ്ജുഷ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ഈ പറവൂര് 2
പാലങ്ങൾ പണിതു. ഈ മറ്റേ ബാക്ക് വാട്ടറിന്റെ മുകളിൽ കൂടി 2 പാലങ്ങൾ പണിതു. ഈ 2 പാലങ്ങളും ഈ വി.ഡി. സതീശൻ ഇടപെട്ട് അത് പൊളിപ്പിക്കുകയും പണി നിർത്തിവെക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ ജലഗതാഗതത്തിന് ആ പാലങ്ങൾക്ക് ഉയരം പോരാ എന്ന് പറഞ്ഞിട്ട് അവിടെ പണി നിർത്തിവെച്ചു. കാരണം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇലക്ഷന് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒന്നുമില്ല. പക്ഷേ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ സ്ഥലത്ത് വലിയ ഉയരപ്പാതയാണ് പണിയേണ്ടത് എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാർ പറയുന്നു. ഇപ്പൊ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഒരു കുടുംബം രക്ഷപ്പെട്ട സ്ഥലത്ത്, കാരണം അതൊരു ചളിക്കുണ്ടാണ്. അവിടെ കളിമണ്ണിന്റെ 5 കളിയാണ് അവിടെ. മാത്രവുമല്ല തൊട്ടടുത്തു കൂടി പോകുന്ന ഒരു പുഴയുടെ ഡയറക്ഷൻ തിരിച്ചു വിട്ടുകൊണ്ടാണ് അവിടെ റോഡ് പണി നടന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഉയരപ്പാത മാത്രമേ പാടൂ എന്ന് പറഞ്ഞിട്ട് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ഇതിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അപ്പൊ ഈ ദുരന്തം നടക്കില്ലായിരുന്നു ആ സ്ഥലത്ത്. പക്ഷെ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വരാൻ പോകുന്ന 2026 തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു വോട്ട് ജനങ്ങളിൽ നിന്നും നേടാനുള്ള ഒരു അവകാശമായിട്ട് ഈ റോഡ് പണിയുടെ എത്രയും വേഗം ഞങ്ങൾ ഇതാ റോഡ് പണി തീർത്തു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഫ്ലക്സ് വരാൻ പോകുന്നത്. 2026 മെയ് 21 അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഈ പണി തീർത്തു എന്ന് പറയാനുള്ള ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസിൽ നിന്ന് വി.ഡി. സതീശനിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ പണി ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 2 പാലങ്ങളാണ് അവിടെ പൊളിച്ചു പണിതിട്ട് ഉയരം കൂട്ടുന്നത് എന്റെ യാത്രയിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം. തലശ്ശേരി ബൈപ്പാസിലെ കൂളിമാട് പാലം കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീണു. മഞ്ജുഷിന് ഓർമ്മ ഉണ്ടായിരിക്കാം, കോൺക്രീറ്റ് അങ്ങനെ തകർന്നു വീണു. ഇവിടെ പാലാരിവട്ടം പാലം, സത്യത്തിൽ പറഞ്ഞ പാലാരിവട്ടം പാലം പൊലിച്ചു പണിയേണ്ട ഒരുവിധ ആവശ്യവുമില്ല എന്നുള്ള കാര്യം സത്യസന്ധമാണ്. ഞാൻ IIT റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. 50 കൊല്ലത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് IIT അത് റിപ്പയർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ രാത്രി അത് പൊളിച്ചു പണിതിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു. ഓക്കെ പോട്ടെ, അത് പൊളിച്ചു പണിതെങ്കിൽ 100 കൊല്ലത്തേക്ക് ആയുസുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ കൂളിമാട് പാലം തകർന്നു വീണപ്പോ അതിലെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോ PWD മിനിസ്റ്റർക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു പങ്കുമില്ല. പക്ഷെ പാലാരിവട്ടം പാലത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉമ്മൻചാണ്ടിയാണ് കാരണം, അന്നത്തെ PWD മിനിസ്റ്ററാണ് കാരണം. അത് കൃത്യമായിട്ട് കൈക്കൂലിയൊക്കെ ഇഷ്ടപ്രകാരം പാലാരിവട്ടം പാലത്തിന്റെ മുകളിൽ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ UDF സർക്കാരും വാങ്ങിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ കൂളിമാട് പാലത്തിൽ നിന്ന് പാലാരിവട്ടം പാലത്തിലേക്ക് എത്തിയപ്പോ എന്താ? അത് കൂളിമാട് പാലം തകർന്നത് കോൺട്രാക്ടറുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇവിടെ ഇത് തകർന്നത് സംസ്ഥാനം ഭരിച്ചിരുന്ന സർക്കാരിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് പറയുന്ന നിലയിലേക്ക് ഇടതുപക്ഷം വോട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയതിന്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ദേശീയപാതയുടെ വികസനം സർക്കാരിന്റെ സ്വപ്ന നേട്ടം എന്ന് പ്രചരിപ്പിക്കുന്ന സമയത്ത് ഈ ദേശീയപാത തകർച്ചയുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാവുക. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ദേശീയപാതയുടെ തകർച്ച സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടോ? ഉണ്ടെന്ന് 81% പ്രേക്ഷകരും വിശ്വസിക്കുന്നു. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.